ഹായ് സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ഇന്ന് 8th സ്റ്റാൻഡേർഡിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഈ ചാപ്റ്ററിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഹൈസ്കൂൾ സെക്ഷനിൽ അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് എന്ന് പറയുന്നത് ഈക്വൽ ട്രയാങ്കിൾ. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 8th, 9th, 10th ക്ലാസ്സുകൾ നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സിൽ കുറെ പുതിയ കൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കാറുണ്ട്. കുറെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ 3 വർഷത്തെ മാത്തമാറ്റിക്സിലെ എല്ലാ ചാപ്റ്റേഴ്സും കൂടെ എടുത്ത് നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിൽ ഒരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് ഏതിനെ പരിഗണിക്കാം? 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഈക്വൽ ട്രയാങ്കിൾസിനെ പരിഗണിക്കാം. കാര്യം നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് കുറെ സ്ഥലങ്ങളിൽ, കുറെ മേഖലകളിൽ ഈ പറഞ്ഞ ചാപ്റ്ററിന്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അതായത് ഇത് അപ്ലൈ ചെയ്ത് കുറെ കാര്യങ്ങൾ ചെയ്യാൻ വരുന്നുണ്ട്. അതായത് ജോമെട്രിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇനി കുറച്ച് കാര്യങ്ങൾ പുതുതായി പഠിക്കാൻ പോകുന്നത് നിങ്ങൾ മാത്തമാറ്റിക്സ് പ്രൂഫ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് വരുന്നുണ്ട്. ഒരു കാര്യം, ഒരു ക്വസ്റ്റ്യനിൽ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും തെളിയിക്കുക എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് വരും. അതിൽ ജോമെട്രിയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സെക്ഷനാണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ഈക്വൽ ട്രയാങ്കിൾസിലെ കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. അത് 8th തന്നെ വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. 9th-ലും 10th-ലും വളരെ കാര്യമായിട്ട് പല മേഖലകളിലും സർക്കിൾസും ടാൻജൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് 10th-ൽ കുറെ സെക്ഷൻസ് വരുന്നുണ്ട്. അവിടെയൊക്കെ വളരെ കാര്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങള് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിലെ കണ്ടീഷൻസും ഇതിലെ തിയറങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ അത്ര കണ്ട് പ്രാധാന്യം കൊടുത്തു തന്നെ വേണം പഠിക്കാൻ. അപ്പൊ ഈ ചാപ്റ്റർ അതുകൊണ്ടാണ് ആദ്യമേ ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ പറയാൻ തന്നെ കാരണം വെച്ച് കഴിഞ്ഞാല് ഈ ചാപ്റ്റർ അത്രമേൽ പ്രാധാന്യമുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോ നിങ്ങളുടെ ടെക്സ്റ്റ് എടുത്ത് പരിഗണിച്ചാൽ തന്നെ അറിയാം, നിങ്ങളുടെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റിന്റെ ഏകദേശം പകുതിയോളം ഈ ഒരൊറ്റ ചാപ്റ്റർ ആണ്. അപ്പോ നോക്കുക, അപ്പൊ തന്നെ ഈ ചാപ്റ്റർ എത്രമേൽ അതിന്റെ കണ്ടന്റ് അത്രയും കൂടുതലാണ്, അത്രമേൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ മുൻനിർത്തി വേണം നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ചാപ്റ്റർ പഠിക്കാൻ. അപ്പൊ ഇത് കൃത്യമായി പഠിച്ചു പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പോ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വന്നു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ നോക്കുമ്പോൾ ഈക്വൽ ട്രയാങ്കിൾസിലേക്ക് വരാം. അതിനേക്ക് മുമ്പായിട്ട് ഈക്വൽ എന്ന് പറയുന്ന വേർഡ് നിങ്ങൾക്ക് അറിയാം. എന്താണ് ഈക്വൽ? തുല്യം അല്ലെ? തുല്യം എന്നാൽ ഈക്വൽ എന്നാൽ എല്ലാവർക്കും അറിയാം. ഒരുപോലെയുള്ള, ഒന്നായിട്ടുള്ള അല്ലെ, തുല്യമായിട്ടുള്ള, ഇതല്ലേ ഈക്വൽ എന്ന് പറയുന്ന വേർഡിന് അല്ലെങ്കിൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇവിടെയും അത് തന്നെയാണ്. തുല്യമായിട്ടുള്ള ട്രയാങ്കിൾസുകളെ കുറിച്ച്, ത്രികോണങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞ ഈ ചാപ്റ്ററിന്റെ പേര് ഇങ്ങനെ അല്ലായിരുന്നു, ഈക്വൽ ട്രയാങ്കിൾസ് എന്നല്ലായിരുന്നു. കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സർവ്വസമ ത്രികോണങ്ങൾ എന്നായിരുന്നു. അപ്പോ പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ ഈക്വലിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ വേർഡായിരുന്നു കോൺഗ്രുവന്റ് അല്ലെങ്കിൽ സർവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം അതിനകത്ത് കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യമായിട്ട് ആ വേർഡിൽ നിന്ന് തന്നെ, മലയാളത്തിലാണെങ്കിൽ സർവസം എന്ന് പറയുന്ന വേർഡിനകത്ത് തന്നെ എല്ലാം ഉണ്ട് ശരിക്കും പറയാം. പോട്ടെ, നമ്മളിപ്പം ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങൾ എന്നുള്ള പേരിലാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്യാം. നിങ്ങൾ കൂടുതൽ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലും ഈക്വൽ ട്രയാങ്കിൾസിനേക്കാൾ നിങ്ങൾക്ക് കൂടുതൽ കാണാൻ കഴിയുന്ന കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് എന്നുള്ള വേർഡാണ്. ഓക്കെ, അപ്പൊ അതോടെ നിൽക്കട്ടെ. ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഈക്വൽ ട്രയാങ്കിൾസ് എന്നുള്ള കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ മുമ്പോട്ട് പോകാം. അപ്പൊ ഈക്വൽ ട്രയാങ്കിൾസ് പഠിക്കുന്നതിന് മുൻപായിട്ട് ഈക്വൽ ഫിഗേഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഈക്വൽ ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആശയം വരുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ എന്ത് ആശയമാണോ വന്നത് അത് തന്നെ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഡെഫിനിഷൻ എന്ന്. ഈക്വൽ ഫിഗേഴ്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരേപോലെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നായിട്ട് നമുക്ക് തോന്നുന്ന, തുല്യമായിട്ട് തോന്നുന്ന രൂപങ്ങൾ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, തുല്യമായിട്ട് തോന്നുന്നില്ല, തുല്യമായിട്ടുള്ള രൂപങ്ങൾ. തോന്നുന്ന എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് വേറെ അടുത്ത വർഷം 9th പഠിക്കാനുള്ള സിമിലാരിറ്റി എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറുന്നുണ്ട്. ഇത് തുല്യമായിട്ട് തോന്നുന്നല്ല, ശരിക്കും തുല്യം തന്നെയാണ്, ശരിക്കും ഈക്വൽ ആണ്. അങ്ങനെയുള്ള രൂപങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫിഗേഴ്സ് ആണ് ഈക്വൽ ഫിഗേഴ്സ്. രണ്ട് അല്ലെങ്കിൽ ഫിഗേഴ്സ് എടുത്ത് നമ്മൾ ഒരിക്കലും ഒരു ഫിഗറിനെ വെച്ചിട്ട് ഇപ്പൊ ഈ ഒരു പേന ഇത് തുല്യമാണ് എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. കാര്യം എന്താ, ഈ ഒരു പേന മറ്റൊന്നിനോട്, അപ്പൊ ഇവിടെ കമ്പാരിസൺ ആണ് നടക്കുന്നത്. ശരിക്കും ഇവിടെ കമ്പാരിസൺ ആണ്. അപ്പൊ കമ്പയർ ചെയ്യണമെങ്കിൽ മിനിമം എന്ത് ചെയ്യുന്നുണ്ട്, 2 ക്വാണ്ടിറ്റി വേണം. അപ്പം 2ഓ അധികമോ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ആ കമ്പാരിസണിനകത്ത് ഇപ്പൊ 2 ഫിഗേഴ്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 2 വസ്തുക്കള് ഈക്വൽ ആണ്, തുല്യമാണെന്ന് പറയണമെങ്കിൽ അവയുടെ എല്ലാ പ്രോപ്പർട്ടീസും, എല്ലാ കാര്യങ്ങളും എന്തായേ പറ്റത്തുള്ളൂ, തുല്യമായേ പറ്റത്തുള്ളൂ. ഈ എല്ലാ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ജോമെട്രിയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഇവിടെ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്,
അവയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തുല്യമാണെന്ന് പറയണമെങ്കിൽ ഒന്നാമത്തെ കാര്യം, രണ്ട് കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഒന്ന്, അതിന്റെ ആകൃതി, എന്താണ്, അതിന്റെ ഷെയ്പ്പാണ്. അപ്പൊ ഒരേ ഷെയ്പ്പ് ആയിരിക്കണം. പക്ഷെ ഒരേ ഷെയ്പ്പ് ആയതുകൊണ്ട് മാത്രം അത് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്റ്റുഡിയോയിൽ അങ്ങനെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോട്ടോ എടുക്കാന്നിരിക്കട്ടെ. ആ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഫുൾ നമ്മുടെ ആ ഒരു ഫോട്ടോ തന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വലിയ സൈസിൽ വലിയൊരു ഫ്രെയിമിലേക്ക് മാറ്റാം. അതിനെ ചെറിയൊരു ഫ്രെയിമിലേക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാം. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊപ്പോർഷണൽ ആയിട്ട് ഒരു ചേഞ്ച് ഒക്കെ ഉണ്ടാവും. അപ്പൊ രണ്ടും ശരിക്കും വലിപ്പം, രണ്ടും നമ്മൾ തന്നെയാണ്, ഒരേ പിക്ചർ തന്നെയാണ്, പക്ഷെ അതിന്റെ വലിപ്പത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയ്പ്പ് ഒരുപോലെ ആയിട്ട് കാര്യമില്ല, പിന്നെ എന്തും കൂടെ സെയിം ആവണം, അവിടെ വലിപ്പം എന്ത് ചെയ്യുന്നുണ്ട്, അവയുടെ സൈസും സെയിം ആവണം. അപ്പം ഒരേ ആകൃതിയും ഒരേ വലിപ്പവുമുള്ള രൂപങ്ങളാണ് ഏതെന്ന് പറയുന്നത്, ഈക്വൽ ഫിഗേഴ്സ് അല്ലെങ്കിൽ കോൺഗ്രുവന്റ് ഫിഗേഴ്സ്. അപ്പൊ എന്താണ് ഈക്വൽ ഫിഗേഴ്സ് അല്ലെങ്കിൽ കോൺഗ്രുവന്റ് ഫിഗേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞേക്കുന്നത്, ദ ഫിഗേഴ്സ് വിച്ച് ഹാവ് സെയിം സൈസ് ആൻഡ് ഷേപ്പ്. എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ ആകൃതിയും ഒരേ വലിപ്പവുമുള്ള രൂപങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ചെയ്യുന്നുണ്ട്, ഈക്വൽ ഫിഗേഴ്സ്, കോൺഗ്രുവന്റ് ഫിഗേഴ്സ്. മലയാളത്തിൽ നമ്മൾ സർവ്വസമ രൂപങ്ങൾ എന്ന് പറയാറുണ്ട്. ഓക്കെ ആണല്ലോ, വ്യക്തമാവുന്നുണ്ടല്ലോ. അപ്പം ഇത്തരം രൂപങ്ങളെ, അതായത് എന്ത് ചെയ്യുന്നുണ്ട്, ആ രൂപങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ശരിക്കും ഇതിനകത്ത് പറയുന്നത്. അതിൽ തന്നെ ട്രയാങ്കിൾസിലേക്കാണ് നമ്മൾ വരുന്നത്. ഇനി ഇത് തന്നെ മറ്റൊരു രീതിയിൽ പറയാം, നമുക്ക് പ്ലെയിൻ ഫിഗേഴ്സ് അല്ലെങ്കിൽ 2 ഡയമെൻഷൻ ഫിഗേഴ്സ് ഒക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഇത് മറ്റൊരു രീതിയിലും ഡിഫൈൻ ചെയ്യാം. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞെന്തോ, ഒരേ ആകൃതിയും ഒരേ വലിപ്പമാണ് അല്ലെ, എന്ത് ചെയ്യുന്നുണ്ട്, സെയിം സൈസും സെയിം ഷേപ്പും ഉള്ള ഫിഗേഴ്സ് ആണെന്ന് പറയും. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പ്ലെയിൻ ഫിഗേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം സ്പെരിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണ്ട, പരന്ന രൂപങ്ങൾ അല്ലെങ്കിൽ ഒരു പ്ലെയിനിൽ വരയ്ക്കാൻ പറ്റുന്ന രൂപങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് മറ്റൊരു രീതിയിൽ പറയുന്നത്, ഈക്വൽ ആയിട്ട് പറഞ്ഞെങ്കിൽ ഒരേ ആകൃതി ഒരേ വലിപ്പമാണെങ്കിൽ ഇങ്ങനെ പറയാം, ഒന്നും മറ്റൊന്നിനു മുകളിൽ ചേർത്ത് വെക്കാന്നിരിക്കട്ടെ. അങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ എക്സാക്ട് അത് ഫിറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ, കൃത്യമായിട്ട് ചേർന്നിരിക്കുകയാണെങ്കിൽ അത്തരം രൂപങ്ങളെയും നമുക്ക് എന്ത് വിളിക്കാം, ഈക്വൽ ഫിഗേഴ്സ് പറയാം. അത് ഈക്വൽ ആയതുകൊണ്ടാണ് കൃത്യമായി ചേർന്നിരിക്കുന്നത്, ഒരേ ഷേപ്പും ഒരേ സൈസും ആയതുകൊണ്ട്. ഇപ്പൊ സൈസ് ചിലപ്പോൾ സെയിം ആയിരിക്കും, ഷേപ്പ് വ്യത്യാസമാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് പോകും, അകത്തേക്കൊക്കെ പോകാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ ഷേപ്പ് ആയിട്ട് കാര്യമില്ല, വലിപ്പം വ്യത്യാസമാണെങ്കിൽ ഒന്ന് മറ്റൊന്നിനകത്തിരിക്കും. അപ്പൊ ഇത് രണ്ടും ഒരുപോലെ വരുവാണ്, ഒരേ ആകൃതിയും ഒരേ വലിപ്പവും വരുന്ന രൂപങ്ങളാണെങ്കിൽ നമുക്ക് അത്രയും രൂപങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, ഈക്വൽ ഫിഗേഴ്സ് വിളിക്കാം. ഈക്വൽ ഫിഗേഴ്സ്, പ്ലെയിൻ ഫിഗേഴ്സ് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഒന്ന് മറ്റൊന്നിന് മുകളിൽ പ്ലേസ് ചെയ്താൽ അത് എങ്ങനെയിരിക്കും, കൃത്യമായിട്ട് ചേർന്നിരിക്കും. അങ്ങനെയുള്ള രൂപങ്ങളാണ് ഏതെന്ന് പറയുന്നത്, ഈക്വൽ ഫിഗേഴ്സ്. ഓക്കെ ആണല്ലോ. അപ്പൊ ദ ഫിഗേഴ്സ് വിച്ച് ഹാവ് സെയിം ഷേപ്പ് ആൻഡ് സൈസ് ആർ നോൺ ആസ് ഈക്വൽ ഫിഗേഴ്സ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അതാണ് ഈക്വൽ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ജനറൽ ആയിട്ട് ഈക്വൽ ഫിഗേഴ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഈക്വൽ ഫിഗേഴ്സ് ഇപ്പൊ നിങ്ങൾ ഇതിന് മുൻപ് പഠിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ഈക്വൽ ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഇതേ ആശയങ്ങൾ തന്നെയായിരിക്കും വരാൻ സാധ്യത. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അങ്ങനെയുള്ള ഈക്വൽ ഫിഗേഴ്സിലെ ഒരു പർട്ടിക്കുലർ ഫിഗർ, അതായത് ഏതാണ്, ജിയോമെട്രിയിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ഏറ്റവും ബേസിക് ജിയോമെട്രിക് ഷേപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയുള്ള ഏറ്റവും ബേസിക് ട്രയാങ്കിൾ കേട്ടോ, ട്രയാങ്കിൾ അല്ല ശരിക്കും, അതിനെക്കാട്ട് നമ്മൾ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോളിഗൺ അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ അത് ഏതാണ്, അത് ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ. അപ്പൊ ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ വെച്ചാൽ നിങ്ങൾക്ക് എന്തുമായിരിക്കും അറിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരു കൺസെപ്റ്റ് കാണുമല്ലോ, എന്തുമായിരിക്കും ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മൾ ഫിഗേഴ്സ് മാറ്റി അവിടെ എന്ത് ചെയ്താൽ മതി, ട്രയാങ്കിൾസ് ചേർത്താൽ മതി. അപ്പൊ ദ ട്രയാങ്കിൾസ് വിത്ത് സെയിം സൈസ് ആൻഡ് ഷേപ്പ് ആർ നോൺ ആസ് ഈക്വൽ ട്രയാങ്കിൾസ്. പക്ഷെ ഈക്വൽ ട്രയാങ്കിൾസിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒത്തിരി പ്രത്യേകതകളുണ്ട്, പല പല കാര്യങ്ങളുണ്ട് അല്ലെ. മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആകണമെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രുവന്റ് ആകണമെങ്കിൽ ഒന്ന് മറ്റൊന്നിന് മുകളിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ആ ട്രയാങ്കിൾസ് ഏതെങ്കിലും രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായി ചേർന്നിരിക്കണം. അങ്ങനെയുള്ള ട്രയാങ്കിൾസ് ആണ് ഏതെന്ന് പറയുന്നത്, ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. പിടികിട്ടുന്നുണ്ടോ? ദ ട്രയാങ്കിൾസ് വിത്ത് സെയിം സൈസ് ആൻഡ് ഷേപ്പ് ആർ നോൺ ആസ് ഈക്വൽ ട്രയാങ്കിൾസ്. പിന്നെ ഓക്കെ, ഞാൻ നിങ്ങൾ രണ്ട് ട്രയാങ്കിൾസ് കാണിക്കാം. ഈ രണ്ട് ട്രയാങ്കിൾസ് ഓക്കെ, ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിള്, അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, PQR എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. ABC PQR ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് ആണ്. അപ്പൊ ഇത് ഞാൻ കോൺഗ്രുവന്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്, ഈക്വൽ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കൊന്ന് കാണാം. പിന്നെ അത് പറയുകയാണെങ്കിൽ ഞാൻ ഈ ട്രയാങ്കിൾസ് ഞാൻ പറഞ്ഞു ഈക്വൽ ആണെങ്കിൽ ചേർത്ത് വെക്കുമ്പോൾ കൃത്യമായിട്ട് ഒന്നിന് മുകളിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ എക്സാക്ട് ആയിട്ട് ഫിറ്റ് ആയിട്ടിരിക്കും എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഞാൻ ഒന്ന് നോക്കണം. ഇപ്പോ ABPQ ഈ സൈഡ്സുകൾ നോക്കിയേ, അത് ശരിക്കും പറഞ്ഞാൽ എന്താ, സൈഡുകൾ കൃത്യമായിട്ട് ചേർന്ന്, ഈ സൈഡ് കൃത്യമായിട്ട് ചേർന്നിരിക്കുന്നുണ്ട്. പക്ഷെ നോക്കിയാൽ നിങ്ങൾ ഫിഗർ കറക്റ്റ് ആയിട്ട് ചേർന്നിരിക്കുകയാണോ, അല്ല, ബാക്കി രണ്ട് വെർട്ടെക്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചേർന്ന് വ്യത്യസ്തമായിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു സൈഡ് കൃത്യമായിട്ട് ചേർന്നിരിക്കുന്നുണ്ട്, പക്ഷെ ബാക്കി എന്ത് ചെയ്യുന്നുണ്ട്,
കൃത്യമായിട്ട് ചേർന്ന്. അപ്പൊ ഈ ഒറ്റ കാരണം കൊണ്ട് ഇത് ഈക്വൽ ഫിഗേഴ്സ് ആണെന്നോ അല്ലെന്നോ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എല്ലാ പോസിബിൾ കേസുകളും നോക്കണം. നമ്മൾ മറ്റൊരു രീതി നോക്കുകയാണ്. ഞാനിപ്പോ വേറെ രീതി നോക്കി, ഈക്വൽ ആയിട്ടിരിക്കുന്ന മറ്റൊരു കേസ് എടുത്തു കഴിഞ്ഞാല് നോക്കി, വീണ്ടും ഞാൻ ചേർത്ത് വെച്ചു. ഇവിടുത്തെ QR അതുപോലെ BC ഇത് ഞാൻ എന്ത് ചെയ്തു, കൃത്യമായി ചേർത്ത് വെച്ചു. പക്ഷെ അപ്പോഴും QR ഉം BC എനിക്ക് കൃത്യമായിട്ട് ചേർന്നിരിക്കുന്നുണ്ടെങ്കിലും അതിന്റെ വെർട്ടെക്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് ചേർന്നിരിക്കുന്നില്ല. ഇങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റുന്ന കുറെ പോസിബിൾ കേസുകൾ ഞാൻ എടുത്തു. ഓക്കെ, ഞാൻ മറ്റൊരെണ്ണം എടുത്തു നോക്കുകയാണ്. എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോ AB. ഓക്കെ, ഞാന് ഇവിടെ നിങ്ങള് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഇപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസ് ഇപ്പൊ നിങ്ങൾക്ക് ശരിക്കും നോക്കുകയാണെങ്കിൽ ഒറ്റ ട്രയാങ്കിൾ ആയിട്ടാ കാണുന്നത് അല്ലെ? ഇതിന്റെ എല്ലാ ഭാഗങ്ങളും മറ്റേടത്തൊക്കെ ആദ്യത്തെ ഒരു കേസിൽ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, സൈഡ് മാത്രമേ ചേർന്നിരിക്കുന്നുള്ളായിരുന്നു, അല്ലെങ്കിൽ ഒരു ആംഗിൾ മാത്രമേ ചേർന്നിരിക്കുന്നുള്ളായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? അല്ല. ഈ ട്രയാങ്കിൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചപ്പോ കൃത്യമായിട്ട് എക്സാക്ട് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫിറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു രീതിയിലെങ്കിലും അത് കൃത്യമായി ചേർന്നിരുന്നാൽ അതിനർത്ഥം എന്താ, ഈ രണ്ടിന്റെയും ആകൃതി അതുപോലെ വലിപ്പം, ഇവയുടെ സൈസും ഷേപ്പും എന്താണെന്ന് പറയാം, ഈക്വൽ ആണെന്ന് പറയാം. അതുകൊണ്ട് ഈ ട്രയാങ്കിൾസ് എന്താണെന്ന് പറയാം, കോൺജുവന്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ ആണല്ലോ? നോക്കിക്കോണേ. ഇപ്പോൾ ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് കൃത്യമായി ചേർന്നിരുന്നു. എന്തുകൊണ്ടാണ് ഈ ട്രയാങ്കിൾ ചേർന്നിരുന്നത്? നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് കാണാം AC അല്ലെ? AC ഇതിന്റെ എന്താണ്, ഒരു സൈഡ് അല്ലേ? ആ AC-യുടെ അതേ ലെങ്ത് ഇവിടെ PR വന്നത് കൊണ്ടല്ലേ AC-യും PR-ഉം ചേർന്നിരുന്നേ? ഇൻ കേസ് PR കുറച്ചും കൂടെ ലെങ്ത് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്തേനെ, AC-യും കഴിഞ്ഞ് PR അങ്ങ് പോയേനെ വരുന്നു. അപ്പൊ ആ സൈഡ് കൃത്യമായിട്ട് ചേർന്നിരിക്കുവോ? ഇല്ല. അതേപോലെ നോക്കിയേ, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ BC-യും അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, QR-ഉം എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ചേർന്നിരിക്കുന്നു. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ BC-യുടെ അതേ ലെങ്ത് QR വന്നത് കൊണ്ടല്ലേ? ആണോ? അതേപോലെ AB-ക്ക് തുല്യമായിട്ട് ഇവിടെ എന്തുണ്ട്, PQ ഉണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ AB-യും PQ-നും ഒരേ ലെങ്ത് ആണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ട്രയാങ്കിൾസ് നമ്മള് ഈക്വൽ ആണ്, കോൺജുവന്റ് ആണെന്ന് പറയാമെങ്കിൽ അവിടെ എന്തായിരിക്കും, ആ രണ്ടിന്റെയും സൈഡ്സുകൾ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അപ്പൊ എന്താ പറഞ്ഞ ഫസ്റ്റ് കണ്ടീഷൻ, ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഒരു സൈഡെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കത്തില്ല, ഈക്വൽ ആയിട്ടിരിക്കത്തില്ല. കാര്യം ആദ്യത്തെ ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് ഇവിടെ AC-ക്ക് തുല്യമായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഇതിന്റെ 3 സൈഡും ഇതിന്റെ 3 സൈഡും അങ്ങനെ ഈക്വൽ എന്നല്ല പറഞ്ഞേക്കുന്നത്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്, ഇതിനകത്ത് ഇപ്പൊ 3 സൈഡ് ഇപ്പൊ 4, 5, 6 ഉണ്ടെങ്കിൽ അടുത്തിനകത്തും അതേ 4, 5, 6 കണ്ടിരിക്കണം. എങ്കിലേ നമുക്ക് അത് എന്താന്ന് പറയാൻ പറ്റത്തുള്ളൂ, ഈക്വൽ. അങ്ങനെയാണെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ചേർന്നിരിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ചേർന്നിരിക്കുവോ? ഇരിക്കത്തില്ല. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, AC-ക്ക് തുല്യമായിട്ട് ഇവിടെ എന്ത് വന്നിരിക്കുന്നു, PR വന്നിരിക്കുന്നു. അതേപോലെ PQ-ന് AB, അതുപോലെ QR നോക്കുകയാണെങ്കിൽ എന്ത് വന്നിട്ടുണ്ട്, BC വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യമാണ് രണ്ട് ട്രയാങ്കിൾസ്. അപ്പൊ ഈ ട്രയാങ്കിൾസ് എന്ത് ട്രയാങ്കിൾസാ, ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ കോൺജുവന്റ് ട്രയാങ്കിൾസ് ആണ്, തുല്യ ത്രികോണങ്ങളാണ്. അങ്ങനെ ത്രികോണങ്ങൾ തുല്യമാണെങ്കിൽ അല്ലെങ്കിൽ കോൺജുവന്റ് ആണെങ്കിൽ എന്ത് പറയാം, അവയുടെ വശങ്ങൾ പരസ്പരം എന്തായിരിക്കും, തുല്യമായിരിക്കും. രണ്ട് ട്രയാങ്കിൾ, if two triangles are said to be equal, the sides of first triangles are equal to the sides of second triangles. ഫസ്റ്റ് ട്രയാങ്കിൾസിലെ എല്ലാ സൈഡ്സും ഈക്വൽ എന്നല്ല പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതെന്ത് ആയിപ്പോ, അത് ഈക്വൽ ആയിട്ട് ട്രയാങ്കിൾ ആയിപ്പോ. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ട്രയാങ്കിളിലെ സൈഡ്സ് സെക്കൻഡിനോട് ഈക്വൽ ആണ്, ഒന്നും മറ്റൊന്നിനോട്. ഞാൻ ആദ്യമേ പറഞ്ഞു ഇവിടെ എന്താ ശരിക്കും കമ്പാരിസൺ ആണ് നടക്കുന്നത്, ഒന്ന് മറ്റൊന്നിനോട് കമ്പയർ ചെയ്യാണ്. ഇത് ഇതിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്, ഇത് ഇതിന് തുല്യമാണ് അല്ലെങ്കിൽ കോൺജുവന്റ് ആണ്. അല്ലാതെ ഈ ഒരു ട്രയാങ്കിൾ മാത്രം എടുത്തു വെച്ചിട്ട് ഇത് തുല്യ ത്രികോണമാണ്, ഇത് ഈക്വൽ ട്രയാങ്കിൾ ആണ് എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ രണ്ടെണ്ണം, ഏറ്റവും മിനിമം രണ്ടെണ്ണം വേണം, രണ്ടോ അതിൽ കൂടുതൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ. ഇവിടെ എപ്പോഴും നോക്കുക, നിങ്ങൾ ഈ പറഞ്ഞ ഇക്വാലിറ്റി എന്നോ അല്ലെങ്കിൽ കോൺഫിഡൻസി എന്നൊക്കെ പറയുമ്പോൾ അവിടെ ശരിക്കും എന്താ നടക്കുന്നത്, കമ്പാരിസൺ ആണ്. ഇവിടെ നമ്മൾ ട്രയാങ്കിൾസിന്റെ കേസിലാണ് കമ്പാരിസൺ നടത്തുന്നത്, ഒന്ന് മറ്റൊന്നിനോട് കമ്പയർ ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ചേർത്ത് വെച്ചപ്പോൾ കൃത്യമായി ചേർന്നിരിക്കാനുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ചേർത്ത് വെച്ചപ്പോൾ എന്ത് ചെയ്തു, അവയുടെ സൈഡ്സുകൾ തുല്യമായിട്ട് വന്നു. പിടി കിട്ടുന്നുണ്ടോ? ഇനി നോക്കിയേ, ട്രയാങ്കിൾസിന്റെ മെഷർമെന്റ്സ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു സൈഡ്സ് ഒക്കെ ഈക്വൽ ആയിട്ട് വന്നു, സൈഡ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഇതെന്തുവാ, ഒരു ആംഗിൾ അല്ലേ വെർട്ടെക്സിൽ ഫോം ചെയ്യുന്നത്. ഇപ്പൊ Q എന്ന് പറയുന്ന ഒരു ആംഗിൾ അല്ലേ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് അതുപോലെ പറഞ്ഞു. ഞാനിത് ചേർത്ത് വെച്ചപ്പോൾ കൃത്യമായി ചേർന്നിരുന്നത് ഈ ആംഗിൾസ് സെയിം ആയി വന്നത് കൊണ്ടും അല്ലേ. സൈഡ്സ് മാത്രമാണോ സെയിം ആയിട്ട് വന്നത്? അല്ല, ഇവിടുത്തെ ആംഗിൾസ് ആണ്. ഈ ആംഗിൾ തന്നെയാണ്, അതായത് Q ഫോം ചെയ്ത സെയിം ആംഗിൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, B ഫോം ചെയ്യുന്നത്.
അതേപോലെ ആറിൽ ഉണ്ടാക്കുന്ന അതേ ആംഗിൾ തന്നെയാണ് എവിടെയും വരുന്നത്, സിയിലും വരുന്നത്. അതേപോലെ ബിയിൽ ഉണ്ടാക്കുന്ന അതേ ആംഗിൾ ആണ് ഇവിടെ എന്തിലും വരുന്നത്, ക്യൂവിലും വരുന്നത്. പിടി കിട്ടുന്നുണ്ടോ? അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സൈഡ്സ് മാത്രമല്ല പിന്നെ എന്തും ഈക്വൽ ആണ്, ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോ ഇതിനകത്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ അല്ലെങ്കിൽ കോൺജുവന്റ് ആണെങ്കിൽ, സർവസമമാണ്, തുല്യമാണെങ്കിൽ എന്തായിരിക്കും പ്രത്യേകത, ഒന്നാമത്തെ ത്രികോണത്തിന്റെ അല്ലെങ്കിൽ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സിന് ഈക്വൽ ആയിട്ട് സെക്കൻഡ് ട്രയാങ്കിളിൽ എന്ത് കാണും, സൈഡ്സ് കാണും. അല്ലെങ്കിൽ ഫസ്റ്റ് ട്രയാങ്കിളിലെ സൈഡ്സും സെക്കൻഡ് ട്രയാങ്കിൾസിലെ സൈഡ്സും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. മാത്രമാണോ, അല്ല, ഫസ്റ്റ് ട്രയാങ്കിളിലെ ആംഗിൾസിന് ഈക്വൽ ആയിട്ട് സെക്കൻഡ് ട്രയാങ്കിളിലെ ആംഗിൾസ് കാണും. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, ഇഫ് ടു ട്രയാങ്കിൾസ് ആർ സെറ്റ് ടു ബി ഈക്വൽ ദെൻ സൈഡ്സ് ആൻഡ് ആംഗിൾസ് ഓഫ് ഫസ്റ്റ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ ടു സൈഡ്സ് ആൻഡ് ആംഗിൾസ് ഓഫ് സെക്കൻഡ് ട്രയാങ്കിൾ. ഇനി ഈ ഈക്വാലിറ്റിക്ക് ഒരു പ്രത്യേകത, നമ്മൾ വെറുതെ അങ്ങ് ഏതെങ്കിലും ഈക്വൽ ആണെന്നല്ല പറയുന്നത്, അത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പൊ നോക്കി, ഞാനിപ്പോ ഇവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു, എ ബി സി. ഇവിടെ മറ്റൊരെണ്ണം പി ക്യു ആർ, എ ബി സി പി ക്യു ആർ, അങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് വരയ്ക്കും. ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്നിരിക്കട്ടെ, കോൺജുവന്റ് ആണെന്നിരിക്കട്ടെ. ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ ട്രയാങ്കിൾ എ ബി സി ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് സിംബോളിക് ആയിട്ട് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. അതിന് എന്ത് ചെയ്യുന്നുണ്ട്, ട്രയാങ്കിൾ എ ബി സി ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ പി ക്യു ആർ, അല്ലെങ്കിൽ ട്രയാങ്കിൾ എ ബി സി ഈസ് കോൺജുവന്റ് ടു ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് അതിനെ സിംബോളിക്, നമ്മൾ സാധാരണ ഇപ്പൊ എയും ബിയും ഈക്വൽ ആണെങ്കിൽ എ ഈക്വൽ ടു ബി എന്ന് നമ്മൾ എഴുതാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഈക്വൽ ടു എന്നല്ല ഇടുന്നത്. അത് കൂടെ ഞാൻ പറഞ്ഞു, ശരിക്കും ഈക്വൽ എന്നല്ല വേർഡ്, നമ്മുടെ ടെക്സ്റ്റിനകത്ത് മാത്രമേ ഇത് ഈക്വൽ എന്ന് പറയുന്നുള്ളൂ. ശരിക്കുമുള്ള വേർഡ് കോൺജുവന്റ് ആണെന്ന്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പൊ നമ്മൾ ആ ഈക്വൽ തന്നെ അത് കുറച്ചും കൂടെ ഒന്ന് മാറ്റുകയാണ്. ശരിക്കും നോക്കി, ഈ ഈക്വൽ സൈന് മുകളിൽ ഒരു വളഞ്ഞ വരയും കൂടെ കൊടുക്കുകയാണ്. ഇപ്പൊ എന്തിന്റെ സിമ്പലായി, കോൺഗ്രുവൻസിയുടെ സിമ്പലാണ്. ഇപ്പൊ ട്രയാങ്കിൾ എ ബി സി എഴുതി ഈ ചിഹ്നം ഇട്ടിട്ട് ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് എഴുതി. അതിന്റെ അർത്ഥം എന്തുവാ, ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും എന്താണെന്ന് പറയാം, ഈക്വൽ ആണ് അല്ലെങ്കിൽ കോൺജുവന്റ് ആണെന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ കണ്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് എ ബി എന്തിന് ഈക്വൽ ആയിരുന്നു, പി ക്യുവിന് ഈക്വൽ ആയിരുന്നു അല്ലെ. അതുപോലെ ബി സി ക്യു ആറിന് ഈക്വൽ ആണ്, എ സി പി ആറിന് ഈക്വൽ ആണ്. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ പി ക്യു ആർ, ഇത് രണ്ടും പരിഗണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, അവയുടെ സൈഡ്സ് ഈക്വൽ ആണ്. അതേപോലെ ആംഗിൾ എ എന്തിന് ഈക്വല, ആംഗിൾ പിക്ക് ഈക്വല. ആംഗിൾ ബി എന്തിന് ഈക്വല, ആംഗിൾ ക്യൂവിന് ഈക്വല. അതേപോലെ ആംഗിൾ സി എന്ന് പറയുന്നത് ആംഗിൾ ആറിന് ഈക്വൽ. ഓക്കെ ആണല്ലോ. അപ്പോ ഇതാണ് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഈക്വൽ ആയിട്ട് വന്നത്, കാര്യം ഈ രണ്ട് ട്രയാങ്കിള് കോൺജുവന്റ് ആയതുകൊണ്ട്, ഈക്വൽ ആയതുകൊണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ട്രയാങ്കിൾസ് ഈക്വൽ ആണോ, ഇത് നിങ്ങൾക്ക് തിരിഞ്ഞു പോരുത്. ഇനി നമ്മൾ സാധാരണ ഇപ്പൊ ഇത് ഈക്വൽ ആയതുകൊണ്ട് അല്ലെങ്കിൽ കോൺജുവന്റ് ആയതുകൊണ്ട് സൈഡ്സിനെ ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇനി എങ്ങനെ ഈക്വൽ ആകും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അവിടെയാണ് ഈ ചാപ്റ്ററിൽ കുറെ തിയറങ്ങൾ വരുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പൊ നമുക്ക് പറയേണ്ടത് ഇതാണ്, ഈക്വൽ ആയാലുള്ള പ്രത്യേകത. എങ്ങനെ ഈക്വൽ ആകാം എന്നുള്ളതല്ല പറയുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ എന്ത് പ്രത്യേകത ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ രണ്ട് ട്രയാങ്കിൾസ്, ഇത് രണ്ട് ഈക്വൽ ആണ് നമ്മൾ ആദ്യമേ അങ്ങ് പറഞ്ഞു, ഇത് ഈക്വൽ ആയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഫസ്റ്റ് ട്രയാങ്കിളിലെ സൈഡ്സിന് ഈക്വൽ ആയിട്ട് എന്തുണ്ട്, സെക്കൻഡ് ട്രയാങ്കിൾസ് സൈഡ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രയാങ്കിളിലെ എ ബിക്ക് ഈക്വൽ ആയിട്ട് സെക്കൻഡ് ട്രയാങ്കിളിൽ എന്തുണ്ട്, പി ക്യു ഉണ്ട്. ഫസ്റ്റ് ട്രയാങ്കിളിലെ ബി സിക്ക് ഈക്വൽ ആയിട്ട് എന്തുണ്ട്, സെക്കൻഡ് ട്രയാങ്കിളിൽ ക്യു ആർ ഉണ്ട്. ഫസ്റ്റ് ട്രയാങ്കിളിലെ എ സിക്ക് ഈക്വൽ ആയിട്ട് സെക്കൻഡ് ട്രയാങ്കിളില് പി ആർ ഉണ്ട്. മാത്രമേ ഉള്ളൂ, അല്ല ആംഗിൾസും ഉണ്ട്. ഫസ്റ്റ് ട്രയാങ്കിളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആംഗിൾ എക്ക് ഈക്വൽ ആയിട്ട് ആംഗിൾ പി ഉണ്ട്. അതുപോലെ ഇവിടുത്തെ ആംഗിൾ ബിക്ക് ഈക്വൽ ആയിട്ട് ആംഗിൾ ക്യൂ ഉണ്ട്. ആംഗിൾ സിക്ക് ഈക്വൽ ആയിട്ട് ആംഗിൾ ആർ ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോ ഫസ്റ്റ് ട്രയാങ്കിളിലെ 3 സൈഡ്സ്, അതിന് ഈക്വൽ ആയിട്ട് സെക്കൻഡ് ട്രയാങ്കിളിൽ 3 സൈഡ്സ് ഉണ്ട്. ഫസ്റ്റ് ട്രയാങ്കിളിൽ 3 ആംഗിൾസ്, അതിന് ഈക്വൽ ആയിട്ട് സെക്കൻഡ് ട്രയാങ്കിളും 3 ആംഗിൾസ്. എപ്പോഴത് വരുന്നത്, രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആവുകയാണെങ്കിൽ, കോൺജുവന്റ് ആവുകയാണെങ്കിൽ. വ്യക്തമാവുന്നുണ്ടല്ലോ, പിടി കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഈക്വാലിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നോക്കിയേ, എ ബി എന്തിന് ഈക്വൽ ആയിരുന്നു, പി ക്യൂവിന് ഈക്വൽ ആയിരുന്നു. ട്രയാങ്കിൾസിൽ ഒരു സൈഡിന് ഓപ്പോസിറ്റ് ഉള്ളത് എന്താ, ഒരു ആംഗിൾ ആണ്. തിരിച്ച് ഒരു ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ളത് എന്താ,
ഒരു സൈഡാണ്. അപ്പൊ എ ബിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാ? സി അല്ലയോ? പി ക്യൂന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാ? ആർ അല്ലേ? നോക്കിയേ, സിയും ആറും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അത് ഈക്വൽ അല്ലേ? അപ്പൊ എന്ത് പറയാം? ഈക്വൽ ആയിട്ടുള്ള എ ബിക്കും പി ക്യൂനും ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ആയിട്ടുള്ള സിയും ആറും എന്താണ്? ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ ഈക്വൽ. അതുപോലെ അടുത്ത് നോക്കിയേ, ബി സിക്ക് ഓപ്പോസിറ്റ് ഏതാ? എ അല്ലേ? ബി സിക്ക് തുല്യമായിട്ട് ഇവിടെ ക്യു ആർ ആയിരുന്നു. അപ്പൊ ക്യു ആറിന് ഓപ്പോസിറ്റ് ആയിട്ട് ഏതാ ഉള്ളത്? പി. അപ്പൊ പിയും എയും നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഈക്വൽ അല്ലേ? അപ്പൊ ഈക്വൽ സൈഡ്സ് നമ്മൾ നോക്കി, നമുക്ക് സൈഡ്സ് മാത്രമേ ഈക്വൽ എന്ന് അറിയത്തുള്ളൂ. അതേപോലെ എ സിയും പി ആറും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അതിന് ഓപ്പോസിറ്റ് ആംഗിൾസ് ബി. ആംഗിൾസിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ലെന്നിരിക്കട്ടെ. അപ്പൊ നോക്കി, ആ ആംഗിൾസും ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ? രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണ് അല്ലെങ്കിൽ കോൺജുവന്റ് ആണെങ്കിൽ അവയിലെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ആയിരിക്കും എന്താണ്? ഈക്വൽ ആയിട്ട് വരുന്നത്. ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, ഇൻ കോൺജുവന്റ് ട്രയാങ്കിൾസ് ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. എന്തായാലും ട്രയാങ്കിൾ കോൺജുവന്റ് ആണെങ്കിൽ സൈഡ്സ് ഈക്വൽ ആണ്, ആംഗിൾസ് ഈക്വൽ ആണ്. അതിൽ ഏതൊക്കെ സൈഡ്സ് ഏതൊക്കെ ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ സൈഡ്സ് ആണോ ഈക്വൽ അതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ആയിരിക്കും ഈക്വൽ. അപ്പൊ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ആയിരിക്കും എന്തായിട്ട് വരുന്നത്? ഈക്വൽ ആയിട്ട് വരുന്നത്. ഓക്കെ, തിരിച്ച് നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് നമ്മൾ ആംഗിൾസിന്റെ കേസ് നോക്കാം. അപ്പൊ നമുക്ക് സൈഡ്സിനെ കുറിച്ച് അറിയത്തില്ല, നമുക്ക് ആംഗിൾസ് മാത്രമേ അറിയത്തുള്ളൂ. കോൺജുവന്റ് ആണെന്നും അറിയാം, ആംഗിൾസ് ഈക്വൽ ആണെന്നും അറിയാം. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ കൊണ്ടുവന്നത് ആംഗിൾ എയും ആംഗിൾ പിയും ഈക്വൽ ആണെന്ന് അറിയാം. അതിന് ഓപ്പോസിറ്റ് ഉള്ള ബി സിയും അതിന് ഓപ്പോസിറ്റ് ഉള്ള ക്യു ആറും എന്താണ്? ബി സിയും ക്യു ആറും ഈക്വൽ ആണ്. അപ്പൊ തിരിച്ചും പറഞ്ഞൂടെ? അതുപോലെ സി ആർ രണ്ട് ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് ഉള്ള എ ബി, ഇവിടുത്തെ പി ക്യു. എ ബിയും പി ക്യു ഈക്വൽ അല്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ എന്ന് പറഞ്ഞൂടെ? എങ്ങനെയാണ്? അതായത് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സും എന്താണ്? ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ നമ്മള് ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ കോൺജുവന്റ് ട്രയാങ്കിൾസുമായി ബന്ധപ്പെടുത്തി നമ്മളിപ്പോ എന്താ പറഞ്ഞേക്കുന്നത്? If two triangles are said to be equal, then the sides and angles of one triangle are equal to sides and angles of another triangle or the second triangle. ഇത് മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? In congruent triangles, the angles opposite to equal sides are equal and the sides opposite to equal angles are equal. ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. പിന്നെ ഞാൻ ഇവിടെ എ ബി സി പി ക്യു ആർ എന്ന് കൊടുത്തു. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ വരണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇപ്പൊ ഞാൻ എ ബി സിക്ക് നിൽക്കട്ടെ, ഞാൻ ട്രയാങ്കിള് മാറ്റി വരയ്ക്കുകയാണ്. ശരിക്കും ഞാൻ ട്രയാങ്കിൾ ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഇരിക്കട്ടെ. അപ്പം ഇവിടെ പി, ഇത് ക്യൂ, ഇതാ ഇങ്ങനെ കൊടുത്തു. പറയാണ് ഇവിടെ ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും എന്താണ്? ഈക്വൽ ആണ്, കോൺജുവന്റ് ആണ്. അവർ ആദ്യം സൈഡ്സ് വരുന്നു. ഞാൻ ഏതൊക്കെ സൈഡ്സ് ഏതൊക്കെ ആംഗിൾസ് ആണ് ഈക്വൽ എന്ന് നമുക്ക് അറിയത്തില്ല. ഇത് രണ്ടും കോൺജുവന്റ് ആണെന്ന് തന്നേക്കാണ്. ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവന്റ് ടു അല്ലെങ്കിൽ ഈക്വൽ ടു ട്രയാങ്കിൾ പി ക്യു ആർ. ആ സിമ്പിൾ ഒന്ന് ഓർത്തോണേ. ഓക്കെ ആണല്ലോ? എങ്കിൽ ഏതൊക്കെ? ഇപ്പൊ നമ്മൾ സൈഡ്സിനെ വെച്ചിട്ട് പറയാണ്. ഇപ്പം ഞാൻ പറയുന്നു എ ബി പി ക്യൂന് ഈക്വൽ ആണ്. ബി സി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? പി ആറിന് ഈക്വൽ ആണെന്നിരിക്കട്ടെ. അതുപോലെ എ സി ക്യു ആറിനും ഈക്വൽ ആണ്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ ആംഗിൾസാ? അപ്പോ നമ്മൾ പറയും ആംഗിൾ എ ആംഗിൾ പി ക്യൂം, ആംഗിൾ ബി ആംഗിൾ ക്യൂനും, ആംഗിൾ സി ആംഗിൾ ആറിനും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇവിടെയാണ് ഞാൻ രണ്ടാമത് പറഞ്ഞ കണ്ടീഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ട്രയാങ്കിൾ കോൺജുവന്റ് ആണെന്ന് പറയാം, സൈഡ്സ് ഈക്വൽ ആണെന്ന് പറയാം. ഏതൊക്കെയാ? എ ബി എന്തിനാ ഈക്വൽ ആയിട്ട് വന്നിരിക്കുന്നത്? പി ക്യൂവിനാണ് ഈക്വൽ ആയിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ ബി സി എന്തിനാണ് ഈക്വല്? പി ആറിനാണ് ഈക്വൽ. ഓക്കെ ആണല്ലോ? എ ബി പി ക്യു, അതുപോലെ ബി സി പി ആറിന്. അതുപോലെ എ സി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ക്യു ആറിനും ഈക്വൽ ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയതിന്റെ കൂട്ടാണോ ഇപ്പൊ എഴുതിയേക്കുന്നത്? ഏറ്റെടുത്ത് എ ബി പി ക്യു, ബി സി ക്യു ആർ, എ സി പി ആർ എന്ന് എഴുതി പോയത്. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? അല്ല. ഇവിടെ നമുക്ക് വ്യത്യാസമുണ്ട്. എല്ലായ്പ്പോഴും നമുക്ക് തന്നിരിക്കുന്ന ലെറ്റേഴ്സ് ആ ഒരേ ഓർഡറിൽ വരുമെന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ. മാറ്റമൊക്കെ വരും. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ഇത് എഴുതാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ ചോദിച്ചേക്കുന്നത് ഇങ്ങനെ തന്നിട്ട് അവർ പറഞ്ഞു ഇതിനകത്ത് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഏതൊക്കെയാണെന്ന് വെച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിനകത്ത് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഏതൊക്കെയാണ്? അവിടെ നമ്മൾ വെറുതെ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി എന്നോ, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ എന്നോ, ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ആർ എന്നോ എഴുതുമല്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വളരെ ശ്രദ്ധിച്ച് എഴുതണം. എങ്ങനെ എഴുതുന്നത്? അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ആണ് ഈക്വൽ. ഇവിടെ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ഏതൊക്കെയാ? എ ബിയും പി ക്യൂവും ആണ് ഈക്വൽ. അപ്പൊ എ ബിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ അതേതാ? ആംഗിൾ സി ആണ്. അപ്പൊ പി ക്യൂവിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാ? അത് ആംഗിൾ ആർ ആണ്. അപ്പൊ ആംഗിൾ സിയും ആംഗിൾ ആറും ഈക്വൽ ആണ്. അടുത്ത ഏതാ?
ബി സിയും പി ആറും ആണ് ഈക്വൽ. ബി സിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ? ആംഗിൾ ഇവിടുത്തെ ഞാൻ ആംഗിൾസിന്റെ കണ്ടീഷൻ അവർ പറഞ്ഞിട്ടില്ല, നമുക്ക് സൈഡ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ ബി സിക്കും പി ആറിനും ഓപ്പോസിറ്റ് ആംഗിൾസ്. ബി സിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ എ ആണ്, പി ആറിന് ഓപ്പോസിറ്റ് നോക്കി ആംഗിൾ ക്യൂ ആണ്. മറ്റേടത്തായിരുന്നെങ്കിലും നമ്മൾ നേരത്തെ എഴുതിയപ്പോ ആംഗിൾ എ ആംഗിൾ പിക്ക് ആയിരുന്നു ഈക്വൽ. ഇപ്പൊ ഇവിടെ ആണെങ്കിലോ ആംഗിൾ എ ആംഗിൾ ക്യൂവിന് ഈക്വൽ. അതുപോലെ നോക്കി അടുത്ത് നോക്കി എ സി ക്യൂ ആർ. എ സിക്ക് ഓപ്പോസിറ്റ് ഏതാ? ആംഗിൾ ബി അല്ലേ. അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? ക്യു ആറിന് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ആംഗിൾ പി. ഓക്കെ ആണല്ലോ. അപ്പം ഇങ്ങനെ എഴുതാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈക്വൽസ് വെറുതെ ഈക്വൽ ആവുകയല്ല, ഏതൊക്കെ സൈഡ്സ് ആണോ ഈക്വൽ അതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ആണ് ഈക്വൽ. തിരിച്ച് ഏതൊക്കെ ആംഗിൾസ് ആണോ ഈക്വൽ അതിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ്. തിരിച്ച് അവർ ആംഗിൾസ് ആണ് വന്നിരിക്കുന്നത് ഇരിക്കട്ടെ. ഇതേ രീതിയിൽ അവർ ആംഗിൾസ് അവർ പറഞ്ഞു ഈ രണ്ട് ട്രയാംഗിൾസ് കോൺഗ്രുവന്റ് ആണ് എന്നിട്ട് പറഞ്ഞുകൊണ്ട് ഈ ആംഗിൾസ് ഈക്വൽ. ചിലപ്പോൾ ഇത്രയും തരണമെന്നില്ല, ചിലപ്പോൾ ഒരു രണ്ടെണ്ണേ തരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആയിരിക്കും. കാര്യം എന്താ? കോൺഗ്രുവന്റ് ആണെങ്കിൽ ആദ്യത്തിനകത്ത് ഏതൊക്കെ ആംഗിൾ ഉണ്ടോ അതേപോലെ അടുത്തതിനകത്ത് എന്ത് ചെയ്യും? ആംഗിൾസ് കാണും. ഇപ്പൊ 50, 60, 70 ആണെന്ന് ഇരിക്കട്ടെ, അടുത്തതിനകത്തും അതേ ആംഗിൾസ് തന്നെയായിരിക്കും വരുന്നത്, അതിനകത്തൊരു മാറ്റവും ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ ആണെങ്കിൽ രണ്ട് ആംഗിൾ സി, ആംഗിൾ സി ആംഗിൾ ആറിന് ഈക്വൽ ആണ്, ആംഗിൾ എ ആംഗിൾ ക്യൂവിന് ഈക്വൽ ആണ്. ഇനി വരാൻ ഒരു ആംഗിൾ കൂടെ അല്ല ഉള്ളൂ, മിനിമം രണ്ടെണ്ണം തന്നിരിക്കണം കേട്ടോ. ആംഗിൾ സി ആംഗിൾ ആറിനും ആംഗിൾ എ ആംഗിൾ ക്യൂവിന് ഈക്വൽ ആണെങ്കിൽ സിയും എയും കഴിഞ്ഞാൽ പിന്നെ അതുള്ളതല്ല, സിയും പോയി എയും പോയി, പിന്നെ ബാക്കി ബി മാത്രമല്ല ഉള്ളൂ. ആംഗിൾ ബി അത് എന്തിനായിരിക്കും ഈക്വൽ? ഇവിടെ ആറും ക്യൂവും കഴിഞ്ഞപ്പോ പിന്നെ ബാക്കിയുള്ള ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ പി അല്ലയോ. അപ്പൊ അങ്ങനെ എഴുതാം. എന്നിട്ട് ചോദിച്ചിരുന്നു സൈഡ്സ് ഏതൊക്കെ ഈക്വൽ എന്ന്. അപ്പൊ നമുക്കറിയാം ആംഗിൾ സി ആംഗിൾ ആറിന് ഈക്വൽ ആണ്. അപ്പൊ സിക്ക് ഓപ്പോസിറ്റ് ഏതാ? എ ബി അല്ലയോ. സിക്ക് ഓപ്പോസിറ്റ് ഉള്ള എ ബി, ആറിന് ഓപ്പോസിറ്റ് ഉള്ള ഏതിന് ഈക്വൽ? പി ക്യൂന് ഈക്വല. അതേപോലെ എയും ക്യൂ അല്ലയോ. എയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ള ബി സി എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ക്യൂവിന് ഓപ്പോസിറ്റ് ഉള്ള പി ആറിന് എന്താണ്? ഈക്വൽ ആണ്. അതുപോലെ ബിയും പിയും എടുക്കാം, അല്ലെങ്കിൽ അത് തേർഡ് എ ബി ആയി ബി സി ആയി. ഇനിയുള്ള ഏതാ? ഇവിടെ എ സി, ഇവിടെ പി ക്യൂം പി ആറും ആയി. ഇനി ഏതാ ഉള്ളത്? ക്യൂ ആർ. വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, ഇല്ലെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് വെച്ച് നോക്കാം. ബിക്ക് ഓപ്പോസിറ്റ് ഏതാ? എ സി. പിക്ക് ഓപ്പോസിറ്റ് ഏതാ? പിക്ക് ഓപ്പോസിറ്റ് ഇവിടെ ക്യൂ ആർ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി വിശ്വസിക്കുന്നു. എന്തൊക്കെയാന്ന് പറഞ്ഞേക്കുന്നത്? എന്താണ് ഈക്വൽ ഫിഗേഴ്സ് എന്നുള്ള കാര്യം പറഞ്ഞു, അതിനുശേഷം ഈക്വൽ ട്രയാംഗിൾസിനെ കുറിച്ച് പറഞ്ഞു. രണ്ട് ട്രയാംഗിൾസ് ഈക്വൽ ആയാലുള്ള പ്രത്യേകത എന്ത് ചെയ്യുന്നുണ്ട്, ഈക്വൽ ആണെങ്കിൽ എന്ത് പ്രത്യേകത, അത് എന്ത് ചെയ്യുന്നുണ്ട്, അത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് ഇന്ന് പറഞ്ഞു നിർത്തുന്നത്. ഇനി എങ്ങനെ ഈക്വൽ ആകും എന്നുള്ള കാര്യം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്കത് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് ഇനി വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.